വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള എവിക്ഷൻ ആയി പോയല്ലേ. പ്രേക്ഷക വിധി പ്രകാരം യമുന റാണി എവിക്റ്റഡ് ആണ്. ആക്ച്വലി യമുന കണ്ടന്റ് തന്നിരുന്നു, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. അത്യാവശ്യം റേസ് ചെയ്യുന്ന സമയത്ത് റേസ് ആവുകയും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. പക്ഷെ ഒരു അമ്മ പരിവേഷവും അതേപോലെ ഒരു സൈഡ് പിടിച്ച് പോയിക്കൊണ്ടിരുന്നോ എന്തോ നമുക്കറിയത്തില്ല. ആ ഒരു രീതിയിൽ അശാത്തി ഔട്ടായി. പക്ഷെ അത്യാവശ്യം ഫൈറ്റിംഗ് മൂമെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു, കാര്യങ്ങൾ കറക്റ്റായിട്ട് പറയുകയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാം എൻഡ് ഓഫ് ദി ഡേ പ്രേക്ഷകരാണല്ലോ വോട്ട് തീരുമാനിക്കുന്നത്. പിന്നെ എനിക്ക് സംസാരിക്കാനുള്ളത് ജിൻഡോയും ഗബ്രിയും പറ്റിയിട്ടാണ്. കാരണം അവർ നല്ല രീതിയിൽ ഫൈറ്റ് ഉണ്ടാക്കുകയും പ്രൊവോക്ക് ചെയ്തതിന് ഗബ്രിക്ക് വാർണിംഗ് കൊടുക്കുകയും ഒരുപാട് മോശമായ രീതിയിൽ അയിത്തമാവുന്ന രീതിയിൽ എന്താ പറയുക, തൊടാൻ പോലും സമ്മതിക്കാത്ത ഒരു അറപ്പ് എന്നുള്ള രീതിയിൽ, അതേപോലെ സെക്ഷൽ ഹറാസ്മെന്റിനെ പറ്റി സംസാരിക്കുന്നു. അപ്പൊ എങ്ങനെ നോക്കിയാലും ഈ ഒരു വീക്കെൻഡിൽ ലാലേട്ടനായിരുന്നു ഫയർ ആവുന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയായിരുന്നു. കാരണം അതേപോലെ നല്ല രീതിയിൽ ഒരു ഹെൽത്തി പ്രൊവോക്കേഷൻ ആയിരുന്നില്ല, ഒരു ഹെൽത്തി ഫൈറ്റ് ആയിരുന്നില്ല. അപ്പോൾ ആ ഒരു സ്പോട്ട് എവിക്റ്റ് എന്ന് പറഞ്ഞ മൊമെന്റിൽ ഡെഫിനറ്റ്ലി അവർ രണ്ടുപേരുടെയും കിളിയും കിളിക്കൂടും പോയിട്ടുണ്ടാവും. ഇനി പ്രേക്ഷകർ മണ്ടന്മാരാകുമോ എന്നുള്ളൊരു കാര്യത്തിൽ ഡൗട്ട് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഭയങ്കര തഗ്ഗൊക്കെ ഇട്ടിട്ട് ഇവരെ പിടിച്ചങ്ങ് സ്പോട്ട് എവിറ്റ് ചെയ്തിട്ട് പിന്നെ സീക്രട്ട് റൂമിലോട്ട് ആക്കുക, അതല്ലെങ്കിൽ 2 ദിവസം റൂമിലോട്ട് മാറ്റിയിട്ട് തിരിച്ച് കയറ്റുമ്പോഴൊക്കെ ഒരു അങ്ങനെ ആവുമ്പോഴും അത് അവർക്കൊരു പ്രിവിലേജ് ആണ്. മനസ്സിലായോ? അപ്പൊ കയറി കഴിഞ്ഞാലും ഓഫ് കോഴ്സ് ഗബ്രിയും ജിൻഡു ആണെങ്കിൽ ഇതിന്റെ അപ്പുറമായിരിക്കും പറയുന്നുണ്ടാവുക. അസഭ്യ വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ജാസ്മിൻ 2-3 വഴക്കുള്ള സമയത്ത് വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും കമ്പാരിറ്റീവ്ലി കൂടുതൽ ഇവർ തന്നെയാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ജാസ്മിൻ ഒരു വാർണിംഗ് പോലും ലാലേട്ടൻ കൊടുത്തിട്ടില്ല. പക്ഷെ ഇതൊരു ഇൻഡയറക്റ്റ് വാർണിംഗ് ആണ്. ബിക്കോസ് പിടിച്ച് പുറത്താക്കി ആ വീട്ടിലുള്ള ഓരോരുത്തർക്കും അതൊരു ഇൻഡയറക്റ്റ് വാർണിംഗ് ആണ്. ഇതൊക്കെ സക്സസ്ഫുൾ ആവുന്നത് അല്ലെങ്കിൽ ഫുൾ ഓൺ വൈബായിട്ട് സീസൺ 6 അടിപൊളി എന്നുള്ള രീതിയിലാണെങ്കിൽ ഈ സ്പോട്ട് എവിക്ഷനിലുള്ള സംഭവം പിന്നെ തിരിച്ച് കയറാതെ ഇരിക്കണം. അല്ലാതെ സീക്രട്ട് റൂമിൽ ഇരുത്തി പിന്നെയും ഗെയിം മുഴുവൻ കാണിച്ചു കൊടുത്ത് പിന്നെ കളിയൊന്നും മുറുകുമ്പോൾ തിരിച്ച് അവർ കയറിയിട്ട് വരാമെന്ന് പറയുമ്പോൾ അത് ഒരുമാതിരി അറിയത്തില്ല. എൻ്റെ ഒരു പെർസെപ്ഷനാണ് ഞാൻ പറയുന്നത്. എൻ്റെ ഒരു വൈബ് പോകും. കാരണം എന്ന് വെച്ചാൽ ഇവരുടെ ക്യാരക്ടറെ വെച്ച് നോക്കുമ്പോൾ ഇവർക്ക് ഇത് ഇത്രേ ഉള്ളൂ എന്നുള്ള രീതിയിൽ പറയും. ഉദാഹരണത്തിന് നമ്മുടെ ഇവിടുത്തെ ഇപ്പോൾ ഒരു നാട്ടിൽ നടക്കുന്ന ഒരു മെയിൻ സംഭവം റേപ്പും മറ്റു കാര്യങ്ങളും എന്താണ് ചെയ്യുന്നത്? സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നു, നല്ല ഫുഡ് കൊടുക്കുന്നു, അവരവിടെ കടത്തുന്നു. പൈസ ഉള്ള ആൾക്കാരോ അല്ലെങ്കിൽ ഇവരെ കഴിവ് വെച്ചിട്ടോ എന്ത് തേങ്ങയാണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ഇവർ പുറത്തേക്ക് ഇറങ്ങുന്നു. ജാമ്യത്തിൽ ഇറങ്ങിയതിന് ശേഷം പിന്നെയും ആരെങ്കിലും പീഡിപ്പിക്കുന്നു, തിരിച്ചു കയറുന്നു. സോ റേപ്പാണോ? അതല്ലെങ്കിൽ ഉദാഹരണത്തിന് സൈബർ ബുള്ളിങ്. കമന്റ് ബോക്സിൽ ആരെയും എന്തും പറയാം, പ്രത്യേകിച്ച് സംഭവം ഒന്നും വരാൻ പോകണില്ല. സൈബർ അറ്റാക്ക് ഒന്നും ഇത്ര വലിയ വിഷയമല്ല. അതിൻ്റെ ഒരു ഡെപ്തും കാര്യങ്ങളും ആ പണിഷ്മെന്റിന്റെ ഒരു പവറും മനസ്സിലാക്കാത്തതുകൊണ്ട് തന്നെ ഈ വക സംഭവങ്ങളുടെ ഭയങ്കരമായിട്ട് പോകുന്നുണ്ട്. സോ ഇതൊരു പേടിയില്ല, ലോയെ പേടിയില്ലാത്തതുകൊണ്ട് ഇവിടെ പല വിഷയങ്ങളും നടക്കുന്നുണ്ട്. അതേ ഐറ്റം പോലെയാണ്, ഐറ്റം ഇൻ സെൻസ് ലൈക്ക് അതേ സംഭവം തന്നെയാണ് ഇവരുടെ കേസിലും നടക്കുന്നത്. ഇപ്പോൾ ലാലേട്ടൻ പറഞ്ഞ ക്വിക്ക് മൊമെന്റിൽ മൊത്തം ഫ്ലാഷ് ഔട്ട് ആയിട്ടുണ്ടാവും. കാരണം ജിൻഡു ആണെങ്കിലും ഗബ്രി ആണെങ്കിലും നല്ല പ്ലെയർ ഇൻ ദ സെൻസ് ലൈക്ക് അവർ രണ്ടുപേരും നല്ല ഉടക്കായിരുന്നു. നല്ല രീതിയിൽ വാക്കുകൾ ഉപയോഗിക്കാൻ പാടാത്ത രീതിയിൽ വാക്കുകൾ ഉപയോഗിക്കാൻ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ജിൻഡോന്റെ ഇന്ന് 2 കിട്ടിയാലും വേണ്ടില്ല ഇവനെ പുറത്താക്കണം എന്നൊരു മൈൻഡോട് കൂടിയിട്ടും ഐത്തം എന്നൊക്കെ പറയുന്നത്, തൊടാൻ അറപ്പെന്നൊക്കെ പറയുന്നത് ശരിക്കും മോശമായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പൊ ലാലേട്ടന്റെ ഇറിറ്റേറ്റ് അവരും ക്രിയേറ്റേഴ്സിന് വരെ ദേഷ്യം വരുന്ന രീതിയിലും എത്രയൊക്കെയാണെങ്കിലും പ്രൊവോക്കേഷനാണ് ഗെയിം എന്ന് പറഞ്ഞാൽ പോലും അവർക്ക് ഓഫ് എന്നുള്ള രീതിയിലൊരു സംഭവം തോന്നാം. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ എവിറ്റഡ് ആണെങ്കിലും അവർ ഫ്രണ്ട് വാതിലൂടെ പുറത്തേക്ക് ഇറങ്ങിയാൽ എന്താണെങ്കിലും അവർ അവിടെ തന്നെ ഉണ്ട്. ബാക്കിയുള്ളത് ഇനി റൂമിലോട്ട് ഇട്ടിട്ട് ഷോസ് എല്ലാം കാണിച്ചു കൊടുത്ത് വല്ലൊക്കെ കയറണം കണ്ട് ഇവരെ പറ്റിയിട്ട് ഇവർ പറയാനായിട്ടോ, അല്ലെങ്കിൽ ജാസ്മിൻ ആണെങ്കിൽ നെഞ്ചത്തടിച്ച് കരഞ്ഞ് മുല്ലപ്പെരിയാർ പൊട്ടിക്കുന്ന ഒരു അവസ്ഥയിലാണ് അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇന്നലെ ജയിലിലായിരുന്നല്ലോ നോറയുടെ കൂടെ. പിരിഞ്ഞതിന് ശേഷം ഇന്ന് എന്നേക്കായിട്ട് പിരിയേണ്ട വരുമോ, അല്ലെങ്കിൽ തീർന്നു കഴിഞ്ഞു, ഇനിയിപ്പോൾ എനിക്ക് വിശ്വസ്തനായ ഒരാളില്ല എന്നുള്ള രീതിയിൽ ജാസ്മിൻ്റെ അവസ്ഥ വേറെ ലെവല്. സീക്രട്ട് റൂമിലാക്കിയിട്ട് തിരിച്ച് കയറ്റുന്നതിനോട് എനിക്ക് തികച്ചും അഭിപ്രായമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ഇറക്കുക എന്നുള്ള രീതിയിൽ ചെയ്ത് വരെ ഓക്കെയാണ്. നമുക്കറിയത്തില്ല ഇവരുടെ പ്ലാനിങ് എന്താണെന്നുള്ളത്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഇത്രയും വലിയൊരു ഇത് കൊടുത്ത് പുറത്തേക്ക് പോയിട്ട് പിന്നെ 2 ദിവസം റൂമിലിട്ടിട്ട് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു വാർണിംഗ് കൊടുത്ത് തിരിച്ച് കയറ്റുമ്പോൾ അവരത് ഏത് രീതിയിൽ എടുക്കുന്നു പറയാൻ പറ്റത്തില്ല. വാർണിംഗ് ആയിട്ട് എടുത്തിട്ട് ഇനി തിരിച്ചു കയറാൻ ചാൻസ് ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ കളിച്ചു പോകണമെങ്കിൽ ഓക്കെ. അല്ലെങ്കിൽ ഇതൊക്കെ ഇത്രേ ഉള്ളൂ, മനസ്സിലായില്ല. നമ്മൾ സോറി പറഞ്ഞപ്പോൾ തിരിച്ചു കയറ്റി എന്നുള്ള മൈൻഡിലാണോ എന്തോ ഒന്നും അറിയത്തില്ല. 6 വയൽക്കാടിന് പകരം 5 വയൽക്കാട് കയറിയിട്ടുള്ളൂ. നന്ദന എന്ന് പറയുന്ന വ്യക്തി കയറിയിട്ടില്ല എന്നുള്ളതാണ് ഇതുവരെ കിട്ടിയ റിപ്പോർട്ട്. റൂമിലോട്ട് മാറ്റാൻ ചാൻസസ് കുറവാണ്. അഥവാ ചിലപ്പോൾ ഈ പറഞ്ഞ മാതിരി ചിലപ്പോൾ ഒന്ന് ഓൺ ചെയ്യാൻ അങ്ങനെ ആയിരിക്കും. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ പുറത്തേക്ക് ആക്കിയിട്ട് സീക്രട്ട് റൂമിൽ എടുത്ത് ഗെയിം മുഴുവൻ കണ്ടിട്ട് 2 ദിവസം തിരിച്ച് കയറ്റുകയാണെങ്കിൽ ഇപ്പോൾ ഈ കാണിച്ച മുഴുവനും ജസ്റ്റ് ഒരു പഞ്ചിന് വേണ്ടിയിട്ടായിരിക്കില്ലേ? എന്തായിരിക്കും നിങ്ങളുടെ അഭിപ്രായം? ഒന്ന് കമന്റ് ചെയ്യുക. എന്തായാലും യമുന റാണി വിക്റ്റ് ആയതും എനിക്ക് ഈ പറഞ്ഞ മാതിരി അവർ അത്യാവശ്യം സംസാരിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ എല്ലാം വിധി, അത്രേ ഉള്ളൂ. ഇപ്പം ഇതിൻ്റെ ഒരു അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യുക. ഓക്കെ, ഗുഡ് ബൈ.